ഹായ്, പുണ്യാള ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ പോണ കൂട്ടാ ക്ലാസ്സിലേക്ക് പുതിയ സ്കൂളിൽ ഞങ്ങളെ ഈ ഡാങ്കോട്ടന്റെ പുതിയ സ്കൂളിൽ അഡ്മിഷന്റെ കാര്യത്തിനായിട്ട് പോണേ. അവൻ നേരത്തെ പഠിച്ച സ്കൂളിൽ 3ാം ക്ലാസ് വരെ ഉള്ള അവിടെ. അപ്പൊ ഇപ്പൊ തന്നെ ഞങ്ങൾ കുറെ ലേറ്റ് ആയ കാര്യം ഓട്ടവും കാര്യങ്ങളൊക്കെ ഇത്തിരി കുറവായിരുന്നു, അതുകൊണ്ടാണ് പോകാൻ. അപ്പൊ പൈസയൊക്കെ റെഡി ആയപ്പോഴത്തേക്കും സ്കൂളിൽ പോകണേണ്. അപ്പോൾ അവന് പോയിട്ട് അവിടെ അഡ്മിഷൻ എടുക്കണം. പിന്നെ യൂണിഫോം ബുക്കൊക്കെ കിട്ടും, അതൊക്കെ മേടിച്ചുകൊണ്ട് പോകണം. അപ്പം ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങിയത് വണ്ടിയിലാണ്. പിന്നെ അവിടെ ചെന്നിട്ട് കാണാം. ഇതാണ് ഡാങ്കുട്ടൻ്റെ പഴയ സ്കൂൾ കേട്ടോ. ഇവിടെയാണ് ഡാങ്കുട്ടൻ പഠിച്ച 1 തൊട്ട് 3ാം ക്ലാസ് വരെ ഇവിടെ പഠിച്ചാട്ടാ. എക്സോഡസ് പബ്ലിക് സ്കൂൾ. ഡാങ്കുട്ടാ എൻ്റെ സ്കൂള് കണ്ടാ? അവിടെ മിസ്സുമാരൊക്കെ ഉണ്ടെന്ന് കയറി കാണാവുന്നു. നമുക്ക് പോയിട്ട് വരുമ്പോൾ കയറാം. കഴിച്ചപ്പോൾ ഇതാണ് ഡാങ്കുട്ടൻ്റെ പഴയ സ്കൂൾ കേട്ടാ. പിന്നെ ഞങ്ങൾ പുതിയ സ്കൂളിലേക്ക് പോവുകയാണ്. ഡാങ്കുട്ടന്റെ പഴയ സ്കൂളിൽ നിന്ന് എത്ര കിലോമീറ്റർ ആട്ടെ? 2 കിലോമീറ്റർ അപ്പുറത്താണ് കേട്ടോ പുതിയ സ്കൂള്. അപ്പൊ ഡാങ്കുട്ട സ്കൂൾ എത്തിയിട്ടുണ്ട് കേട്ടോ. പുതിയ സ്കൂളിന്റെ പേരെന്താണെന്നറിയാമോ ഡാങ്കുട്ട? സെന്റ് സേവിയർ പബ്ലിക് സ്കൂൾ, കണ്ടക്കടവ്, കിഴക്കുവശം. ഇതാണ് കേട്ടോ സ്കൂളപ്പം. ഇഷ്ടമല്ലേ ഡാങ്കുട്ട? സ്കൂളിൽ ഇഷ്ടമായ? അപ്പം ഞങ്ങൾ സ്കൂളിൽ വന്ന കേട്ടോ. ഡാങ്കുട്ടൻ്റെ സ്കൂളൊക്കെ കാണിച്ചു തരാവേ. പുതിയ സ്കൂള്. ഡാങ്കുട്ട സ്കൂളൊക്കെ ഇഷ്ടപ്പെട്ടാ? കൊള്ളാവാ? സ്കൂള് കൊള്ളാവാ? അപ്പോൾ ഇനി ഓഫീസിൽ പോകണം. അപ്പോൾ തന്നെ സമയമായി. ഇപ്പോൾ 2 മണി വരെയായിട്ട് ഉള്ളതെന്നാണ് പറഞ്ഞത്. സ്കൂളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഡാങ്കുട്ടൻ്റെ പുതിയ സ്കൂൾ കേട്ടോ. സെൻറ്റ് സേവിയേഴ്സ് പബ്ലിക് സ്കൂൾ. ഒരു അമ്മയമ്മാനും കൂടെ അവിടെ കയറി ഇരിപ്പുണ്ട് ഓഫീസിൽ. കഴിച്ചപ്പോൾ ഞങ്ങൾ ഇവൻ്റെ യൂണിഫോമത്തിൻ്റെ അളവ് എടുക്കണമെന്ന് പറഞ്ഞ്. കാര്യം ഇവിടുന്ന് യൂണിഫോമത്തിൻ്റെ തുണിയും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ ഒരു തയ്യക്കടയിൽ പോയിട്ടേ ഇവൻ്റെ അളവൊന്ന് എന്തോരം മീറ്റർ വേണ്ടി വരുമെന്ന് നോക്കിയിട്ട് വരാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് കൊണ്ട് പോകണം. അപ്പോൾ ടിൻറ്റൂസ് ഇതേ ബുക്ക് ആദ്യം ആൾ വന്നു. ബുക്ക് കിട്ടിയാ? ബുക്കുമായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. എവിടെയാണ് കാണിച്ചു കൊടുക്കുക ബുക്ക്? കുറച്ചേ ഉള്ളൂ, ഒരു 10-40 ബുക്ക് അത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളൊരു ടൈലർ ഷോപ്പിൽ പോയിട്ടേ ഇവനെന്തോരം തുണി ആവശ്യം വരുമെന്നൊന്ന് തിരക്കിയിട്ട് വരാം. ഉച്ച സമയമാണ്ട് കടകളെല്ലാം അടച്ചിട്ടേക്കണായിരുന്നു അവിടെ. പിന്നെ അങ്ങനെ 1-2 കടയിൽ കയറി. അപ്പോൾ എല്ലാം പൂട്ടിയിട്ടേക്കണ. പിന്നെ നമ്മുടെ അടുത്തുള്ളൊരു ടൈലറെ തന്നെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞ ഇതനുസരിച്ചാണ് അവിടുന്ന് അളവ് പറഞ്ഞ് തുണിയൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ അതെ ഡാങ്കുട്ടൻ്റെ അഡ്മിഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് കടയിൽ ചോറ് കഴിക്കാൻ ഉച്ച കഴിഞ്ഞിട്ടോ 3 മണിയായി. എല്ലാം കഴിഞ്ഞപ്പോൾ ഞാനത് കഴിക്കാൻ വേണ്ടി കയറി. ചോറ് കഴിക്കാൻ വേണ്ടി. ചോറാണ് കേട്ടോ മേടിച്ചത്. ചോറ് എന്താട്ടാ ചേട്ടാ? മോര്. ഞാൻ ദേ സാമ്പാറാണ്. ഡാങ്കുട്ട നീ എന്താടാ? ആ അപ്പോൾ കഴിച്ചിട്ട് പോകാൻ നിർത്ത്. അപ്പോൾ ഞങ്ങൾ ഊണൊക്കെ കഴിച്ച് എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞേട്ടാ. ഈ ഡാങ്കുട്ടൻ്റെ ബുക്കൊക്കെ കിട്ടി, എല്ലാം സെറ്റായി. പോയ കാര്യങ്ങളൊക്കെ എല്ലാം നടന്ന് ഇപ്പോൾ ഞങ്ങളത് ഫുഡൊക്കെ അടിച്ചിട്ട് വീട്ടിലോട്ട് പോവുകയാണ്. ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇവിടം വെച്ച് നിർത്തിയാനാട്ടാ. ഇത്രയേ ഉള്ള വീഡിയോ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനാണ് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അല്ലേ? അടുത്താലാ ഡാങ്കുട്ടാ? ടാറ്റാ.